ഞങ്ങൾ ഈ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 പേർക്കും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു ട്രഡീഷണൽ ഹൗസ് ആയിരിക്കരുത്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും വിദേശത്താണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ കാണാൻ സാഹചര്യം ഉണ്ടായപ്പോൾ അതുപോലെയുള്ളൊരു വീട് വേണമെന്നായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം. അങ്ങനെ ഞങ്ങളുടെ ആർക്കിടെക്ട് ജാഫറുമായിട്ട് സംസാരിക്കുകയും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വീട് വേണമെന്നുള്ള ഡിസ്കഷനിൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അനിയത്തിയും പുറത്തായതുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പൺ കിച്ചൺ, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഹാള് പോലെയുള്ള ഒരു പ്ലാൻ വേണമെന്ന് ഞങ്ങൾ ജാഫറിനോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അതിനനുസരിച്ച് ഞങ്ങൾക്കൊരു പ്ലാൻ തരികയും പിന്നെ ഞങ്ങൾ ആ പ്ലാനിൽ ഏകദേശം 6 മാസത്തോളം വർക്ക് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു പ്ലാനിൽ അഗ്രി ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പേര് രജനി, ഇതെൻ്റെ ഹസ്ബൻഡ് സജീവൻ, ഇതെൻ്റെ അമ്മ സരസ്വതി, ഇതെൻ്റെ മൂത്ത മകള് അമൃത, ഇതെൻ്റെ ഇളയ മകള് അതുല്യ. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ എടവക പഞ്ചായത്തിൽ അയലമൂല എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീട്. 2100 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു വീടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 3 ബെഡ്റൂം, പിന്നെ ഞങ്ങൾക്കൊരു ഓപ്പൺ കിച്ചൺ, ലിവിംഗ് ഏരിയ, ഒരു ഡൈനിങ് ഹാള്. ഞങ്ങൾ ലിവിംഗ് ഏരിയ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ലോണം ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ വേണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഹൈറ്റിലുള്ള ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. അതിലൂടെ ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊരു വീടിനൊരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഞങ്ങളുടെ ലിവിങ്ങിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഡൈനിങ് വരുന്നത്. വീടിന്റെ ഫ്ലോർ ലെവലിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ടാണ് ഡൈനിങ് വരുന്നത്. അതിന് കാരണം നമുക്ക് കിച്ചണിലുള്ള വ്യക്തിക്ക് ഡയറക്റ്റ് ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന വ്യക്തികളോട് ഈസി ആയിട്ട് കോൺവെർസേഷൻ നടത്താൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ ഡൈനിങ് ഏരിയന്റെ ഒരു സൈഡ് വന്നിട്ട് അഗെയിൻ 2 സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ ഗ്ലാസ് ആണ് ഒരു കംപ്ലീറ്റ് വാള് ചെയ്തിട്ടുള്ളത്. കാരണം രാവിലെ നമുക്ക് ആ ഭാഗത്തു നിന്നായിരിക്കും വെളിച്ചം വരുന്നത്. കിഴക്ക് സൈഡ് അവിടെയാണ് വരുന്നത്. രാവിലെയുള്ള ആ ഒരു നല്ലൊരു വെളിച്ചം അകത്തേക്ക് കടക്കുകയും നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതൊരു നല്ലൊരു ഫീല് കിട്ടണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വരുന്നത് ഒരു 20 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിൽ നിൽക്കാനേ വരുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു 2 നില വീട് വരുവാണെങ്കിൽ അത് തന്നെ ആ വീടിന് ഒരു 2 പോർഷനായിട്ട് ഭാഗിക്കും. ഞങ്ങൾ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് എവിടെ നിന്ന് നമ്മൾ സംസാരിച്ചാലും എവിടെയുള്ള ആളും ഒന്ന് കേൾക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് ഓപ്പൺ കിച്ചണും ഓപ്പൺ ഡൈനിങ്ങും എല്ലാം വരണമെന്നും ഒരു ഒറ്റ നില വീടായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പണിയണമെന്നും ആലോചിച്ചത്. പക്ഷെ അതിലേക്ക് ഗ്ലാസിന്റെ എലമെന്റും പിന്നെ ഇങ്ങനത്തെ ഒരു മോഡേൺ വീടിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് ജാഫർ ആയിരുന്നു. നമ്മളെ ഭാഗത്ത് നിന്ന് സജസ്റ്റ് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റെയർ വരുന്നതായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചത് ജസ്റ്റ് ഹാളിൽ ഒരു സ്റ്റെയർ വന്ന് അവിടെ മുകളിൽ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഐഡിയ. ഇതിന്റെ മുകളിൽ വരുന്ന പാസേജും മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലായിടത്തും ഗ്ലാസ് വന്നതെല്ലാം ജാഫർ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഐഡിയാസ് ആയിരുന്നു. നമ്മുടെ വീട്ടിലെ കിച്ചൺ ഒരു സാധാരണ കിച്ചൺ അല്ല, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ. കാരണം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ പുറത്തുനിന്ന് തന്നെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്റ്റെയർ ആണ്. സ്റ്റെയറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ ഉള്ളത്. ഈ സ്റ്റെയറിന്റെ വുഡിന്റെ അതേ കളറാണ് നമ്മുടെ കിച്ചണിന്റെ കബോർഡിന് വന്നിരിക്കുന്നത്. നല്ല മാച്ചിങ് ആണ്. അത് മാത്രമല്ല അവിടെ അതൊരു കുറച്ചുകൂടി ഒരു വാം ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കിച്ചണിൽ ഒത്തിരി അധികം കബോർഡും കാര്യങ്ങളും ഉണ്ട്. അതും വളരെ നല്ലോണം നമുക്ക് എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ കുക്ക് ടോപ്പ് ആണെങ്കിലും കുക്ക് ടോപ്പിനോട് ചേർന്ന് വരുന്ന എക്സോസ്റ്റ് ആണെങ്കിലും നമ്മുടെ കബേർഡിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ചെയ്തുകൊണ്ട് അത് നമുക്ക് ഒരു കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പുതിയ വീടുണ്ടാക്കണം എന്ന് ആഗ്രഹം തുടങ്ങിയ സമയത്ത് വൈഫുമായിട്ട് സംസാരിക്കുക, നമ്മൾ കുട്ടികൾ പറഞ്ഞു തന്നിട്ടുള്ള ആഗ്രഹങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും പറയാം. അതുപോലെ അദ്ദേഹത്തിന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ രീതിയിലാണ് ഞങ്ങൾ ആദ്യം തുടക്കമിടുന്നതും മുളത്തോട് പോയി ജാഫറിനെ കാണുന്നതും. അപ്പോൾ ജാഫർ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും വർക്കിന് വേണ്ട എല്ലാ രീതിയിലുള്ള ഉപദേശങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജാഫറിനോട് എന്നും കടപ്പാടും നന്ദിയും ഉണ്ടായിരിക്കും ഈ വീട് ഞങ്ങൾക്ക് ഇതേപോലെ സൗകര്യത്തിന് ഉണ്ടാക്കി തന്നതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ ഒരാൾ എങ്ങനെയാണോ അതുപോലെയായിരുന്നു ജാഫറിന്റെ ഇടപാട്. എല്ലാ കാര്യത്തിലും ഒരു സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. എല്ലാം നല്ലത് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വീട് ഇത്ര മനോഹരമായി തീർന്നത്. എല്ലാത്തിലും പുള്ളിക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയിലേക്ക് പോണോ ബഡ്ജറ്റ് കൂടുതലാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി നമ്മുടെ വീട് ഇത്ര മനോഹരമാകണമെങ്കിൽ നമുക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യണം. ആ ഒരു അടുക്കും ചിട്ടയും ഞങ്ങളെ വല്ലാതെ സ്പർശിച്ചിരുന്നു. എന്താണേലും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട്
ഞങ്ങൾ വിചാരിക്കാത്തതിലും ഭംഗിയായിട്ടുള്ളൊരു വീട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നല്ല വെളിച്ചവും നല്ല ഇതൊക്കെയാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട വീടാണിത്. ജാഫറിനോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് സമ്മാനിച്ചതിന്. കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മൾ പഴയ വീട് പൊളിച്ചു തുടങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഷോർട്ട് ആയിട്ടുള്ള ടൈം പീരീഡിൽ പെർഫെക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങളുടെ ഡ്രീം ഹോം ഞങ്ങൾക്ക് പണിത് തന്നു ജാഫർ.